നമസ്കാരം. യൂട്യൂബിൽ പുതിയൊരു അപ്ഡേറ്റൂടെ വരാൻ പോവുകയാണ്. കുറച്ച് ആളുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ചിലപ്പോൾ യൂസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലർ ഒരു പക്ഷേ ഇത് യൂസ് ചെയ്യാനും സാധ്യതയില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇപ്പോൾ യൂട്യൂബ് അവരുടെ അപ്ലോഡിംഗ് ഫീച്ചറിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് അപ്ലോഡ് ചെയ്യുന്ന ഒരു രീതി തന്നെ മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്ന് പറയാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ജൂലൈ 14 ഗൂഗിളിന്റെ ഒരു എംപ്ലോയി ഗൂഗിൾ ഫോറത്തിൽ എഴുതിയ ഒരു കാര്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് യൂട്യൂബിൽ ഓൾറെഡി ഒരു ഫീച്ചർ ആഡ് ആയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഒരേ സമയം ഒരു വീഡിയോയിൽ 3 തമ്പനെയിലുകൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ 3 തമ്പനെയിലും യൂട്യൂബ് വ്യൂവേഴ്സിനെ കാണിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ക്ലിക്ക് വരുന്ന തമ്പനെയിൽ ഏതാണോ ആ തമ്പനെയിൽ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഒരുമാതിരിപ്പെട്ട ക്രിയേറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ വലിയ ക്രിയേറ്റേഴ്സ് ഒക്കെ ഒരുപാട് വ്യൂ ഒക്കെ കിട്ടുന്നവർ പല തമ്പനെയിൽസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ചെറിയ ക്രിയേറ്റേഴ്സ് ഒന്നും തന്നെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നതായിട്ട് അറിയത്തില്ല. ഒരുപക്ഷെ കുറച്ച് ആളുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ ഈ പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 തമ്പനെയിൽസ് ഇടുന്ന പോലെ തന്നെ ഇനി മുതൽ നമുക്ക് ഒരു വീഡിയോയിൽ 3 ടൈറ്റിലുകൾ കൊടുക്കാനായിട്ട് സാധിക്കും. ഈ 3 ടൈറ്റിലും 3 രീതിയിലും 3 ലാംഗ്വേജിൽ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലും മലയാളത്തിലും മറ്റേതെങ്കിലും ലാംഗ്വേജിലൊക്കെ ആയിട്ട് ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ 3 ടൈറ്റിൽ നമുക്ക് ഒരു വീഡിയോയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പൊ നിങ്ങൾ സ്ക്രീൻഷോട്ട് കാണുന്നില്ലേ, ഇതേപോലെ ആയിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നത്. ടൈറ്റിൽ ഒള്ളി, തമ്പനെയിൽ ഒള്ളി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ നമ്മൾ ടൈറ്റിൽ ഒള്ളി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈറ്റിൽസ് കൊടുക്കാം. തമ്പനെയിൽ ഒള്ളി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 തമ്പനെയിൽ കൊടുക്കാം. ഇനിയും ഒരു തമ്പനെയിലും 3 ടൈറ്റിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഒരു ടൈറ്റിലും 3 തമ്പനെയിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇനി ഇത് 3ഉം 2ലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ഫീച്ചർ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. US-ൽ ഇതിന്റെ എക്സ്പെരിമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികം താമസിക്കാതെ ഇന്ത്യയിലും ഈ ഒരു ഫീച്ചർ എത്തുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം US-ൽ ലോഞ്ച് ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും യൂട്യൂബ് അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. കുറെ ക്രിയേറ്റേഴ്സിനൊക്കെ ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ട്. കിട്ടാത്തവർക്ക് അധികം താമസിക്കാതെ ഈ ഒരു ഫീച്ചർ യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. എന്നാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പേഴ്സണലി എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഇപ്പം ലാംഗ്വേജ് ഒരു പ്രശ്നമേ അല്ല യൂട്യൂബിലാണെങ്കിൽ പോലും. കാരണം ഓട്ടോ ഡബിങ് അങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് യൂട്യൂബ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ലാംഗ്വേജ് ഇപ്പോൾ ഒരു പ്രശ്നമല്ലാതെ മാറിയിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം നമുക്ക് പല ലാംഗ്വേജിൽ വേണമെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ കൊടുക്കാൻ പറ്റുകയും അതിലൂടെ കുറച്ചുകൂടി നമുക്ക് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്താനുള്ള ഒരു സാധ്യത വർദ്ധിക്കുകയും അതേപോലെ സെർച്ചിലേക്കൊക്കെ വരുമ്പോൾ ഒരു പരിധി വരെ SEOയിൽ ഈ ഒരു കാര്യം കൂടുതൽ വർക്കാകാൻ സാധ്യതയുണ്ട്. കാരണം പലരും മലയാളത്തിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് മലയാളം ടൈറ്റിൽ ആണെങ്കിൽ കുറച്ചുകൂടി സാധ്യതയുണ്ട് SEOയിൽ നമ്മുടെ വീഡിയോ ടോപ്പിലേക്ക് വരാൻ. അതേപോലെ ഇംഗ്ലീഷിലും ആ സെയിം കാര്യം തന്നെ ഇംഗ്ലീഷിലും സെർച്ച് ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ടൈറ്റിലൂടെ ഉണ്ടെങ്കിൽ അവിടെ SEOയിൽ ചിലപ്പോൾ ഇത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയോജനം ഉണ്ടായെന്ന് വരാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.